Good morning all. So in today's class we are going to discuss derivation of one-dimensional wave equation. So we have seen there are different types of partial differential equations, namely one-dimensional wave equations, one-dimensional heat equations, two-dimensional wave equation, two-dimensional Laplace equation, then three-dimensional Laplace equation, two-dimensional Poisson's equation. These are all PDEs, standard PDEs, isn't it? So one among them is wave equation, one-dimensional wave equation. What is that? Dou square u by dou t square is equal to c square into dou square u by dou x square is the one-dimensional wave equation. So in today's class we are deriving the equation. We are deriving one-dimensional wave equation. അപ്പോൾ ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രിങ്ങിനെ എന്താക്കും, എക്സ് ആക്സിസിലൂടെ വെക്കും. അതായത് വിൽ പ്ലേസ് എ സ്ട്രിങ് അലോങ് ദി എക്സ് ആക്സിസ്. സോ കൺസിഡർ ദി ഡയഗ്രാം. ഈ ഡയഗ്രാം നോക്കുക. ഇതെന്താണ്? ദിസ് ഈസ് എ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രിങ്ങിനെ നിങ്ങൾ സ്ട്രെച്ച് ചെയ്തിട്ട് വിട്ടാൽ അതെന്താവും? ഇറ്റ് വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് അല്ലേ? അത് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യും, അതായത് വൈബ്രേഷൻ. സോ വിൽ ഗെറ്റ് വേവ്സ്. സോ ഇങ്ങനെ സ്ട്രിങ് യൂസ് ചെയ്തിട്ട് വിൽ ഡിറൈവ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. സോ കൺസിഡർ എ സ്ട്രിങ് വിച്ച് ഈസ് പ്ലേസ്ഡ് അലോങ് ദി എക്സ് ആക്സിസ്. അത് എക്സ് ആക്സിസിലാണ് സ്ട്രെച്ച് ചെയ്തിട്ട് വെച്ചത്. അപ്പോൾ ഈ സ്ട്രിങ് നിങ്ങൾ എന്താണ് ചെയ്തത്? ഇത് 0. ഈ എക്സ് ആക്സിസ് എന്നുള്ളത് പൊസിഷനാണ്. ഓക്കെ, ഡിസ്റ്റൻസ്. ആ സ്ട്രിങ് നിങ്ങൾ എത്രയാണ് സ്ട്രെച്ച് ചെയ്തത് അത് ഡിനോട്ട് ചെയ്യാന്ന് ഈ എക്സ് ആക്സിസിലാണ്, അതായത് ഡിസ്റ്റൻസ്. അതേപോലെ ഈ വൈ ആക്സിസിൽ നിങ്ങൾ എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫ്ലക്ഷൻ. ആ സ്ട്രിങ് ഒരു പർട്ടിക്കുലർ ടൈമും ഡിസ്റ്റൻസിലും എത്രയാണ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് എന്നതാണ് നമ്മൾ വൈ ആക്സിസിൽ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് യു ഓഫ് എക്സ് വൈ ഈസ് ദി ഡിഫ്ലക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഓക്കെ, സോ കൺസിഡർ എ സ്ട്രിങ്. ഒരു സ്ട്രിങ് കൺസിഡർ ആക്കുക. ആ സ്ട്രിങ് നിങ്ങൾ എങ്ങനെയാണ് വെച്ചത്? ആ സ്ട്രിങ്ങിനെ ഡിസ്റ്റൻസ് എല്ലിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ടാണ് വെച്ചത്. അതായത് എൽ ദൂരത്തിൽ സ്ട്രെച്ച് ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്ട്രിങ്ങിൽ ഇത് ഈ ഡിസ്റ്റൻസ് എന്നുള്ളത് എല്ലായി അല്ലേ? എത്ര ഡിസ്റ്റൻസിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാണ്. അപ്പോൾ കൺസിഡർ എ പോയിന്റ്. രണ്ട് പോയിന്റ്സ് കൺസിഡർ ആക്കുക. സോ കൺസിഡർ ദി പോയിന്റ് എക്സിൽ നിന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ആക്കുക. ആ എക്സിൽ നിന്ന് ഡെൽറ്റ എക്സ് ദൂരത്തിൽ മറ്റൊരു പോയിന്റ് കൺസിഡർ ആക്കുക. ലെറ്റ് എക്സ് ബി എ പോയിന്റ്. Okay, so consider another point in a distance delta x from x. അതായത് ഈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ളത് ഡെൽറ്റ എക്സ് ദൂരത്തിലുള്ള ഒരു പോയിൻ്റാണ്. എക്സിൽ നിന്ന് ഡെൽറ്റ എക്സ് ദൂരത്തിലുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റിനെ പി ആയിട്ടും ഈ പോയിൻറ്റും സ്ട്രിങ്ങിൽ ഈ പോയിൻറ്റിനെ പി ആയിട്ടും ഈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പോയിൻറ്റിനെ ക്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്ട്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ എന്താക്കും? ഈ സ്ട്രെച്ച് ചെയ്ത് വെച്ച ഈ സ്ട്രിങ്ങിനെ റിലീസാക്കും. ആ സ്ട്രെച്ച് ചെയ്തതിനെ റിലീസാക്കും. അതപ്പോൾ ആ സ്ട്രിങ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് അല്ലേ? ആ ഒരു സ്ട്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് വിട്ടാൽ എന്താവും? ഇറ്റ് വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റ്. അത് വൈബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ടാവും അല്ലേ? ഓസിലേഷൻ. അപ്പോൾ ഈ സ്ട്രിങ് ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്രയാണോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് അതാണ് നിങ്ങൾക്ക് കാണേണ്ടത്. അതെ, വേവ് ഇക്വേഷൻ. ഒരു വേവ് ഇക്വേഷനിൽ എന്താണ് യു എന്ന് വെച്ചാൽ വേവ് ഇക്വേഷൻ എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അപ്പോൾ ഈ യു എന്നുള്ളത് എന്താണ്? യു ഇസ് എ ഡിഫ്ലക്ഷൻ. ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ സ്ട്രിങ് എത്രയാണോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് അതാണ് യു. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണേണ്ടത്. ഓക്കെ, സോ വി ഹാവ് സ്ട്രെച്ച്ഡ് ദിസ് സ്ട്രിങ് ആൻഡ് released at a particular time, say at t is equal to 0.
അപ്പോൾ ആ സ്ട്രിങ് റിലീസ് ആവുമ്പോൾ അതെന്താവും, ഇറ്റ് വിൽ ഷോ vibrating motion, it will start vibrating, so will find a deflection at a particular time. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇത് ഡിറൈവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്ട്രിങ്ങിൽ ഒരു ചെറിയ പാർട്ട് എടുക്കും. ഓക്കെ, പി ക്യു എന്നുള്ള ചെറിയ പാർട്ട് സ്ട്രിങ്ങിൽ നിങ്ങൾ എടുക്കും. ആ സ്ട്രിങ് പി എന്നുള്ള പോയിന്റിൽ ഉള്ള ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷൻ എന്നുള്ളത് T1 എന്നെടുക്കാം. അതായത് ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ആക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ചെറിയ പാർട്ട് പി ക്യു, സ്ട്രിങ്ങിൽ ഒരു ചെറിയ പാർട്ട് പി ക്യൂന്ന് എടുത്തു. ആ പോയിന്റ് പി ക്യൂവിലുള്ള ഫോഴ്സ് എന്നുള്ളത് ഞങ്ങൾ T1 ആയിട്ട് എടുത്തു. അതേപോലെ ക്യൂയിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്നുള്ളതിനെ ഞങ്ങൾ T2 ആയിട്ട് എടുത്തു. ഓക്കെ, T1 and T2 ആർ ടെൻഷൻസ് ഓർ ഫോഴ്സ് at the point P and Q respectively. അപ്പോൾ നിങ്ങൾ കുറച്ച് അസംഷൻസ് ചെയ്യും, ഫിസിക്കൽ അസംഷൻസ്. ഈ സ്ട്രിങ്ങിൻ്റെ നേച്ചറിൻ്റെ കുറിച്ച് കുറച്ച് അസംഷൻസ് ആക്കും. എങ്ങനെയാണ് അസംഷൻസ്? ഈ സ്ട്രിങ്ങിൻ്റെ മാസ് എന്നുള്ളത് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് ഈ സ്ട്രിങ്ങിൻ്റെ മാസ് എന്നുള്ളത് അക്കോർഡിംഗ് ടു ലെങ്ത് ചേഞ്ച് ആവുന്നില്ല. അതായത് യൂണിറ്റ് ലെങ്ത്തിൽ ഈ സ്ട്രിങ്ങിൻ്റെ മാസ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ച് ആവുന്നില്ല എന്ന് അസ്യൂം ചെയ്യും. അതേപോലെ ഓരോ പോയിന്റിലും സ്ട്രിങ് പെർഫോംസ് എ സ്മോൾ ട്രാവേഴ്സ് മോഷൻ ഇൻ എ vertical plane, that is every particle of the string moves strictly vertically. അതായത് ഈ സ്ട്രിങ്ങിൽ നിങ്ങൾ ഫിസിക്കൽ അസംഷൻ ആണ് ചെയ്യുന്നത്. ഒന്നെന്താണ്, ആ സ്ട്രിങ്ങിൻ്റെ മാസ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തേത് എന്താണ്, ആ സ്ട്രിങ്ങിൽ ഓരോ പോയിന്റിലും പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇറ്റ് മൂവ്സ് സ്ട്രിക്ട്ലി വെർട്ടിക്കൽ. അതായത് ഓരോ പോയിന്റിലും പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ഓരോ പോയിന്റിലും ഉള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. അതായത് വെർട്ടിക്കൽ മോഷൻ. ഓക്കെ, വെർട്ടിക്കൽ മോഷനാണ് ഷോ ചെയ്യുന്നത്. ഓരോ പാർട്ടിക്കിളും, ആ സ്ട്രിങ്ങിലുള്ള ഓരോ പാർട്ടിക്കിളും എന്താണ്, ഇറ്റ് വിൽ മൂവ് സ്ട്രിക്ട്ലി വെർട്ടിക്കൽ മോഷൻ. ഇപ്പോൾ വെർട്ടിക്കൽ മോഷനിൽ ആണ് ഓരോ പാർട്ടിക്കിൾ ഉള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്തായി? ഇപ്പോൾ നിങ്ങൾ ഈ ഫോഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്തു അല്ലേ, T1 T2 എന്നുള്ളത് ഫോഴ്സ് എന്ന് നിങ്ങൾ എടുത്തു. പിയിലുള്ള ഫോഴ്സ് എന്നുള്ളത് T1 ആയിട്ട് എടുത്തു. പോയിന്റ് പി ക്യൂവിലുള്ള ഫോഴ്സ് അതായത് ടെൻഷൻ എന്നുള്ളത് T2 ആയിട്ട് എടുത്തു. അപ്പോൾ ഇതെന്തായി? ഈ പാർട്ട് ഇതെന്താണ്? ഇത് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് അല്ലേ. ഇത് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ, ഇങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ മോഷൻ. അപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഈ സ്ട്രിങ്ങിൻ്റെ ഓരോ പാർട്ടിക്കിളും വെർട്ടിക്കൽ മോഷനാണ് കാണിക്കുന്നത് എന്നാണ് അസ്യൂം ചെയ്തു. അപ്പോൾ വെർട്ടിക്കൽ മോഷൻ ആണെങ്കിൽ ഓരോ പാർട്ടിക്കിളും വെർട്ടിക്കലായിട്ട്, അതായത് മോളും താഴോട്ടായിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താണ് വെർട്ടിക്കൽ മോഷൻ എന്ന് വെച്ചാൽ? അവിടെ ഹൊറിസോണ്ടലായിട്ട് ഫോഴ്സ് ഇല്ല. വെർട്ടിക്കലായിട്ട് മാത്രമേ ഫോഴ്സ് ഉള്ളത്. ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഓഫ് ദി ഫോഴ്സ് വിൽ ബി കോൺസ്റ്റൻറ്റ്. ഹൊറിസോണ്ടലായിട്ടുള്ള ഫോഴ്സ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആവും, അത് ചേഞ്ച് ആവില്ല. വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് ദി ഫോഴ്സ് വിൽ ചേഞ്ച്. അപ്പോൾ ഈ ഓരോ പാർട്ടിക്കിളും എന്താണ്, വെർട്ടിക്കൽ മോഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫോഴ്സിൻ്റെ, ഈ പോയിന്റ് പിയിലുള്ള ഫോഴ്സിൻ്റെ ഇതെന്താണ്, ഇത് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് അല്ലേ. ഇത് എന്നുള്ളത് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ്, അതേപോലെ ഇതെന്താണ്, വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ്. അപ്പോൾ വെർട്ടിക്കൽ മോഷൻ ഓരോ പോയിന്റിലും പാർട്ടിക്കിൾ വെർട്ടിക്കൽ മോഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ എന്താണ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ചേഞ്ച് ആവുന്നില്ല. അതേപോലെ ഈ പോയിന്റിലും ഇതെന്താണ്, ദിസ് ഈസ് വെർട്ടിക്കൽ കോമ്പണൻറ്റ്. ഇതെന്താണ് വെർട്ടിക്കൽ കോമ്പണൻറ്റ്, ഇതെന്താണ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. ഈ ഫോഴ്സിൻ്റെ, ഈ പോയിന്റ് ക്യൂവിലുള്ള ഫോഴ്സിൻ്റെ ഇതെന്താണ്, ഇത് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ്, ഇത് വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ്. അതേപോലെ ഈ പോയിന്റിൽ ഇത് ഫോഴ്സാണ്, ഈ ഫോഴ്സിൻ്റെ ഇത് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ്, അതേപോലെ ഇത് വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ്.
സിൻസ് ഓൾ ദി പാർട്ടിക്കിൾസ് മൂവ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, എല്ലാ പാർട്ടിക്കിളും വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ചേഞ്ച് ആവില്ല. ബട്ട് വെർട്ടിക്കൽ കോമ്പണൻറ്റ് വിൽ അൾട്ടർനേറ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്നുള്ളത് എന്താണ് ആക്ച്വലി? ഇപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് T1 cos alpha എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇതിനെ ആൽഫ എന്ന് എടുത്തു, ഈ ആംഗിളിനെ, ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഈ ആംഗിൾ, ഇതെന്താണ് ഫോഴ്സിന്, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതാണ് ആക്ച്വൽ ഫോഴ്സ്, ടെൻഷൻ. അതിൻ്റെ ഇത് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഇത് വെർട്ടിക്കൽ കോമ്പണൻറ്റും ആണ്. അപ്പോൾ ഈ ആംഗിളിനെ നിങ്ങൾ എന്തായിട്ട് എടുത്തു? ആൽഫ ആയിട്ട് എടുത്തു. ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഈ T1 ഫോഴ്സ് തമ്മിലുള്ള എന്താണ് ആംഗിളിന് നിങ്ങൾ ആൽഫ ആയിട്ട് എടുത്തു. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്നുള്ളത് എന്താവും? ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്നുള്ളത് എന്താണ്? ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇതിൽ ഈ ആൽഫ, ഇപ്പം നിങ്ങൾ ഇതിൽ ഇങ്ങനെ ഡ്രോ ചെയ്താൽ ഇതെന്തായി? ഇതൊരു ട്രയാങ്കിളായി അല്ലേ? ഇതൊരു ട്രയാങ്കിളായി. അപ്പോൾ ട്രയാങ്കിളിൽ ഈ സൈഡ് എന്നുള്ളത് എന്താണ്? അഡ്ജസൻറ്റ് സൈഡാണ് അല്ലേ? ഈ ആംഗിൾ ആൽഫയിലേക്ക് ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്തായി? അഡ്ജസൻറ്റായി. അപ്പോൾ കോസ് ആൽഫ എന്താണ്? കോസ് ആൽഫ എന്നുള്ളത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? ഇത്. അപ്പോൾ അത് നിങ്ങൾ ഇതിന് P L എന്ന് എടുക്കാം. ഈ പോയിന്റ് L ആണെങ്കിൽ LP ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, അതായത് T1 എന്നുള്ളത് കോസ് ആൽഫ ആണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്നുള്ളത് എന്താണ്? വാട്ട് ഈസ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്? ദിസ് വൺ, അതെന്തായി? അതായത് LP എന്തായി? T1 cos alpha. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്നുള്ളത് T1 cos alpha എന്ന് കിട്ടിയത്. അതേപോലെ ഈ ആംഗിളിലാവുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, അതായത് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഇത് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഇത് വെർട്ടിക്കൽ കോമ്പണൻറ്റും ആണ്. അപ്പോൾ ഇത് എന്താണ്? വാല്യൂ എത്രയാണ്? T2 cos beta. ഇതിൽ T1 cos ആൽഫ, ആംഗിൾ ആൽഫ ആയതുകൊണ്ട് ഇതിൽ T2 cos ബീറ്റ. ഇത് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്താവും? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് വെർട്ടിക്കൽ കോമ്പണൻറ്റ്? ഈ ഹൈറ്റ് വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്നുള്ളത് എന്താവും? ഇത് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് T1 cos alpha. വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്താവും? T1 sin alpha അല്ലേ? വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സൈനിലാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്നുള്ളത് T1 sin alpha. അതേപോലെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്നുള്ളത് T1 cos alpha ആവും. അതേപോലെ ഇതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്താണ്? ഇതെന്താണ്? ഇപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് T2 cos beta ആണ്. അപ്പോൾ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്താവും? T2 sin beta ആവും അല്ലേ? T2 sin beta ഇസ് ദി വെർട്ടിക്കൽ കോമ്പണൻറ്റ്. അപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സ് ചേഞ്ച് ആവുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ആ സ്ട്രിങ്ങിൽ ഓരോ പാർട്ടിക്കിളും വെർട്ടിക്കൽ മോഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് ഉള്ളത്? ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ചേഞ്ച് ആവുന്നില്ല എന്ന് വെച്ചാൽ T1 cos alpha എന്നുള്ളത് പോയിന്റ് Pയിലുള്ള ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ്. അതേപോലെ T2 cos beta എന്നുള്ളത് പോയിന്റ് Qയിലുള്ള ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ചേഞ്ച് ആവുന്നില്ല എന്ന് വെച്ചാൽ അതെന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ? T1 cos alpha ഷുഡ് ബി ഈക്വൽ ടു T2 cos beta ഷുഡ് ബി ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് T ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ ആയിരിക്കണം. ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ചേഞ്ച് ആവുന്നില്ല, അതുകൊണ്ടാണ് T1 cos alpha ഈക്വൽ ടു T2 cos beta ഈക്വൽ ടു T ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? വെർട്ടിക്കൽ മോഷനിൽ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ വി ഹാവ് ടു ഫോഴ്സസ് അല്ലേ? വെർട്ടിക്കൽ ഡയറക്ഷനിൽ
ഏതൊക്കെയാണ് നമുക്ക് ഫോഴ്സിൽ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്തൊക്കെയാണ്? ഡയഗ്രാം നോക്കിയേ. വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇതെന്താണ് വെർട്ടിക്കൽ കോമ്പോണൻറ്റ്? ഈ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്താണ്? T1 സൈൻ ആൽഫ. ഇതിൻ്റെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്താണ്? T2 സൈൻ ബീറ്റ. T2 സൈൻ ബീറ്റ. ബട്ട് ഈ ഫോഴ്സ് എന്നുള്ളത് എന്താണ്? ഡൗൺവേർഡ് മോഷൻ അല്ലേ? ഈ T1 ഫോഴ്സ് എന്നുള്ളത് ഡൗൺവേർഡ് ആണ്, അതേപോലെ T2 എന്നുള്ളത് അപ്വേർഡ് ആണ്. അപ്പോൾ ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈനസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എപ്പോഴും ഇത് ഡൗൺവേർഡ് ആണ് അല്ലേ? അപ്പോൾ ഡൗൺവേർഡ് ഈ മോഷൻ ഈ ഫോഴ്സ് എന്നുള്ളത് ഇറ്റ് ഈസ് ഡൗൺവേർഡ്. അതുകൊണ്ടാണ് ഈ വെർട്ടിക്കൽ കോമ്പോണൻറ്റിൽ നിങ്ങൾ -T1 സൈൻ ആൽഫ എന്ന് എടുക്കും. വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഓഫ് ദി ഫോഴ്സ് അറ്റ് പോയിന്റ് P ഈസ് -T1 സൈൻ ആൽഫ. കാരണം അത് ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഇതിൽ ഈ T2 ഫോഴ്സ് എന്നുള്ളത് അപ്വേർഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് പ്ലസ് തന്നെ എടുക്കും. T2 സൈൻ ബീറ്റ എന്ന് തന്നെ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വെർട്ടിക്കൽ കോമ്പോണൻറ്റ്സ് ഏതൊക്കെയായി? രണ്ട് വെർട്ടിക്കൽ കോമ്പോണൻറ്റ്സ് ഓഫ് ദി ഫോഴ്സ് എന്തൊക്കെയാണ്? -T1 സൈൻ ആൽഫ ആൻഡ് T2 സൈൻ ബീറ്റ. -T1 sin alpha and T2 sin beta are two vertical components of the forces T1 and T2. So here minus sign appears because the component at P is directed downwards. അതായത് T1 എന്നുള്ളത് ഡൗൺവേർഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്തെടുത്തേ? മൈനസ് സൈൻ എടുത്തേ. Now we have Newton's second law. Newton's second law എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ? F is equal to ma. F is equal to mass into acceleration is the Newton's second law. അപ്പോൾ ഈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്താൽ എന്താണ് കിട്ടുന്നത്? ഇപ്പോൾ റോ എന്നുള്ളത് നമുക്ക് മാസ് വേണം അല്ലേ? മാസ് എന്താണ്? ഇപ്പോൾ റോ എന്നുള്ളത് സ്ട്രിങ്ങിൻ്റെ യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് എന്നെടുക്കട്ടെ. അതായത് ലെറ്റ് റോ ബി ദി മാസ് ഓഫ് ദി സ്ട്രിങ് അറ്റ് യൂണിറ്റ് ലെങ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ട്? നിങ്ങളിപ്പോൾ ഏതാണ്? PQ ലെങ്ത് ആണ് എടുത്തത് അല്ലേ? PQ ലെങ്ത്തിലാണ് നിങ്ങളിപ്പോൾ സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻ എടുക്കുന്നത്. ഒരു സ്മോൾ പാർട്ട് PQ എടുത്തു, അതിലാണ് നിങ്ങൾ ഈ സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻ നോക്കുന്നത്. അപ്പോൾ റോ എന്നുള്ളത് യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസിലുള്ള മാസ് എത്രയായി? ഈ ഡിസ്റ്റൻസിലുള്ള മാസ്, ടോട്ടൽ മാസ്, ഈ സ്ട്രിങ്ങിൻ്റെ ഈ ലെങ്ത്തിലുള്ള മാസ്, ടോട്ടൽ മാസ് എത്രയായി? ഈ ലെങ്ത്ത് എന്നുള്ളത് ഡെൽറ്റ എക്സ് ആണ് അല്ലേ? എക്സിൽ നിന്ന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക് എത്രയാണ് ഡിസ്റ്റൻസ്? ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ്. അപ്പോൾ റോ എന്നുള്ളത് യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് ആണെങ്കിൽ ഈ ലെങ്ത്തിലുള്ള മാസ് എത്രയായി? എക്സ് റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ആയി അല്ലേ? റോ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നുള്ളത് ഈ PQ ലെങ്ത്തിലുള്ള മാസ്സായി, ഏതിൻ്റെ? സ്ട്രിങ്ങിൻ്റെ മാസ്സായി. അപ്പോൾ നമുക്ക് F is equal to ma മാസ് കിട്ടി. ഇതിന് ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ അല്ലേ? നിങ്ങൾ ആക്സലറേഷൻ്റെ ഫോർമുല അറിയാം. ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്നുള്ളത് ആക്സലറേഷൻ ആണെങ്കിൽ ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്താവും? അപ്പോൾ rho delta x is the mass and dou square u by dou t square is the acceleration evaluated at some point between x and delta x. അതായത് x and x plus delta x, അതായത് PQ ഡിസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്ത ആക്സലറേഷനാണ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്ന് എടുക്കാം. വേർ റോ ഇസ് ദി മാസ് ഓഫ് ദി അൺഡിഫ്ലക്റ്റഡ് സ്ട്രിങ് പെർ യൂണിറ്റ്. റോ എന്നുള്ളത് പെർ യൂണിറ്റിലുള്ള എന്താണ്? മാസ്സാണ്. ഡെൽറ്റ എക്സ് ഇസ് ദി ലെങ്ത് ഓഫ് ദി പോർഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്രയായി? ഇപ്പോൾ മാസ് കിട്ടി, ആക്സലറേഷൻ കിട്ടി. ഫോഴ്സ് എന്നുള്ളത് എന്താണ്? ടോട്ടൽ ഫോഴ്സ് ആണല്ലേ? ടോട്ടൽ ആ പോർഷൻ PQ പോർഷൻ നിങ്ങൾ ഒരു ചെറിയ പാർട്ടാണ് എടുത്തത്, PQ പോർഷൻ മാത്രമാണ് എടുത്തത് സ്ട്രിങ്ങിൻ്റെ. അപ്പോൾ ഈ PQ നിങ്ങൾ Pയിൽ എന്താണ് നോക്കി, ഇതെത്രയാണ് ഫോഴ്സ്? പോയിന്റ് Pയിലുള്ള ഫോഴ്സ് എന്നുള്ളത് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ നമ്മൾ കണക്കിൽ വരുന്നത് എന്താണ്? വെർട്ടിക്കൽ കോമ്പണൻറ്റ് മാത്രമാണ്. അപ്പോൾ പോയിന്റ് Pയിലുള്ള വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് ദി ഫോഴ്സ് എത്രയാണ്? -T1 സൈൻ ബീറ്റ 1 സൈൻ ആൽഫ എന്ന് നോക്കി. അതേപോലെ പോയിന്റ് Qയിലുള്ള ഫോഴ്സ് എന്നുള്ളത് T2 സൈൻ
T2 sin beta എന്ന് കൂടി നോക്കി. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എത്രയായി? ഇത് രണ്ടിനെ ആഡ് ആക്കിയെങ്കിലാണ് നിങ്ങൾക്ക് ടോട്ടൽ ഫോഴ്സ് കിട്ടുന്നത് അല്ലേ, ഫോഴ്സ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എത്ര? T2 sin beta മൈനസ് T1 sin alpha. ഇല്ലെങ്കിൽ നിങ്ങൾ മൈനസ് T1 sin alpha പ്ലസ് T2 sin beta എന്ന് എഴുതാം. ഇത് മൈനസ് ആയതുകൊണ്ട് ഇതിന് T2 sin beta മൈനസ് T1 sin alpha എന്നാണ് ഇങ്ങനെ എഴുതിയത്. T2 sin beta minus T1 sin alpha is the total force. അപ്പോൾ ഫോഴ്സ് is equal to mass into acceleration ഫോർമുലയിലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലെഫ്റ്റ് സൈഡ് ഫോഴ്സ്, അതായത് T2 sin beta minus T1 sin alpha is equal to മാസ് എത്ര? റോ ഇൻറ്റു ഡെൽറ്റ എക്സ്, ആക്സിലറേഷൻ ഇസ് rho square u by dot t square അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. നിങ്ങൾ ഈ ഇക്വേഷൻ 2ലേക്ക് ത്രൂ ഔട്ട് നിങ്ങൾ T2 sin cos beta, ഇപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി റിസൾട്ട് ഉള്ളത് എന്താണ്? ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് T2 cos beta is equal to T2 cos beta is equal to T1 cos alpha is equal to T എന്ന് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്, ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനിൽ ത്രൂ ഔട്ട് നിങ്ങൾ T കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ത്രൂ ഔട്ട് ദ ഇക്വേഷൻ T കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബട്ട് T എന്നുള്ളത് ഏതിന് ഈക്വലാണ്? T എന്നുള്ളത് നിങ്ങളുടെ ഒരു നൊട്ടേഷനാണ് എടുത്തത്. ഈ T എന്നുള്ളത് T2 cos beta ഈക്വലാണ്. അതേപോലെ T എന്നുള്ളത് T1 cos alphaയ്ക്കും ഈക്വലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ 2ൽ ഫസ്റ്റ് ടേം T2 ഉള്ളത് കൊണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ ഇക്വേഷനിൽ ത്രൂ ഔട്ട് നിങ്ങൾ T കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബട്ട് T കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നത് എന്തിന് ഈക്വലാണ്? ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. കാരണം ഇപ്പോൾ T കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് T2 cos beta കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് ഈക്വലാണ്. കാരണം എന്താണ്? ഇത് രണ്ടും ഈക്വലാണ് അല്ലേ. T2 cos ബീറ്റയും ടിയും രണ്ടും ഈക്വലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ടേമിലേക്ക് T2 cos ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യും. കാരണം ഇവിടെ T2 ഉള്ളത് കൊണ്ട് ആൾറെഡി നിങ്ങൾക്ക് T2 ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് T2 cos ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം T2 ക്യാൻസൽ ആവും അതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേമിലേക്ക് T2 cos ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ രണ്ടാമത്തെ ടേമിലേക്ക് ആക്ച്വലി നമ്മളിപ്പോൾ T കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ത്രൂ ഔട്ട്. ബട്ട് T എന്നുള്ളത് ഏതിന് ഈക്വലാണ്? T എന്നുള്ളത് T1 cos ആൽഫന് ഈക്വലാണ്. അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? T1 cos ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ വി ഹാവ് ഡിവൈഡഡ് സെക്കൻഡ് ടേം ബൈ T1 cos ആൽഫ. കാരണം ഇവിടെ T1 ഉണ്ട്, അതുകൊണ്ടാണ് T1 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. കാരണം T1 ക്യാൻസൽ ആവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ടേമിലേക്ക് നിങ്ങൾ ജസ്റ്റ് T കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ ജസ്റ്റ് T കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആക്ച്വലി ത്രൂ ഔട്ട് നിങ്ങൾ T തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബട്ട് T എന്നുള്ളത് ഏതിന് ഈക്വലാണ്? T എന്നുള്ളത് T2 cos ബീറ്റനും ഈക്വലാണ്. T എന്നുള്ളത് T1 cos ആൽഫനും ഈക്വലാണ്. അപ്പോൾ നിങ്ങൾ ഏത് കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം അല്ലെ, ഏത് ടേം വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഫസ്റ്റ് ടേമിന് T2 ഉള്ളത് കൊണ്ട് T2 cos ബീറ്റ കൊണ്ട് ഡിവൈഡ് ആക്കിയേ. അതേപോലെ രണ്ടാമത്തെ ടേമിൽ T1 ഉള്ളത് കൊണ്ട് നിങ്ങൾ T1 cos ആൽഫ കൊണ്ട് ഡിവൈഡ് ആക്കി. അതേപോലെ മൂന്നാമത്തെ ടേം റൈറ്റ് സൈഡിൽ നിങ്ങൾ ജസ്റ്റ് T കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ ടേം എന്തായി? T2 ഗെറ്റ്സ് ക്യാൻസൽ. ഇതിൽ T2 ക്യാൻസലായി. സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ. സൈൻ ബൈ കോസ് എത്ര? ടാൻ ആണ് അല്ലേ, ടാൻ ബീറ്റ. അതേപോലെ ഇതിൽ T1 ക്യാൻസലായി. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ഈസ് ടാൻ ആൽഫ. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ഈസ് ടാൻ ആൽഫ. അപ്പോൾ ഇതെന്താവും? ഈ കംപ്ലീറ്റ് ടേം എന്താവും? ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ആവും അല്ലേ. ഇത് ടാൻ ബീറ്റ ആയി. ഇത് ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ. സോ we have T1 sin beta minus T2 cos beta minus T1 sin alpha by T1 cos alpha is
ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അങ്ങനെ തന്നെ ഉണ്ടാവും. റൈറ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ലൈക്ക് ദാറ്റ് ഓൺലി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് ടാൻ എന്ന് വെച്ചാൽ എന്തിനാണ് പറയുന്നത്? ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? സ്ലോപ്പാണ് അല്ലേ? നിങ്ങൾ സ്ലോപ്പിനാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ ആൽഫ ആൻഡ് ടാൻ ബീറ്റ എന്നുള്ളത് എന്താണ്? ഈ പോയിന്റ് എക്സിലും എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലും ഉള്ള സ്ലോപ്സ് ആണ് അല്ലേ? ടാൻ ആൽഫയും ടാൻ ബീറ്റയും എന്താണ്? എക്സും എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലും ഉള്ള സ്ലോപ്സ് ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? dy/dx അല്ലേ? ടാൻ തീറ്റ എന്നുള്ളത് എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് ടാൻ തീറ്റ, അതായത് dy/dx സ്ലോപ്പ്. അപ്പോൾ ഇത് y വേരിയബിൾ ആണെങ്കിൽ, ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് വേരിയബിൾ എന്താണ്? u ആണ് അല്ലേ? നിങ്ങൾ ഇപ്പോൾ ഉള്ളത് വേരിയബിൾ എന്നുള്ളത് u ആണ്. കാരണം നിങ്ങൾ ഡിഫ്ലക്ഷൻ, ആ സ്ട്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ ആണ് കാണുന്നത്. അപ്പോൾ വേരിയബിൾ എന്നുള്ളത് y അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് u ആണ്. അപ്പോൾ നിങ്ങൾ dy/dx എന്ന് എഴുതുന്നതിന് പകരം എന്താണ്? ∂u/∂x എന്ന് എഴുതും. കാരണം നിങ്ങൾ അവിടെ എന്തെന്ന് എഴുതി, അത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. കാരണം u എന്നുള്ളത്, ഡിഫ്ലക്ഷൻ എന്നുള്ളത് എത്ര വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ഉണ്ട്? ആ ഡിസ്റ്റൻസിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ഉണ്ട്, അതേപോലെ ടൈമിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ഉണ്ട് അല്ലേ? ആ ഡിഫ്ലക്ഷൻ, ആ സ്ട്രിങ് കാണിക്കുന്ന ഡിഫ്ലക്ഷൻ എന്നുള്ളത് ഏത് പോയിന്റിലാണ്, എത്ര ടൈമിലാണ് എന്നുള്ളതിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് എക്സിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്, അതേപോലെ ടൈമിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്നുള്ളത് 2 ഇല്ലെങ്കിൽ 2-നെക്കാളും കൂടുതൽ ഫംഗ്ഷൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എഴുതുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ എഴുതുന്നത്. സോ അപ്പോൾ ടാൻ ആൽഫ എന്നുള്ളത് പോയിന്റ് എക്സിലുള്ള സ്ലോപ്പാണ്, അതായത് ∂u/∂x ആണ്. അതേപോലെ ടാൻ ബീറ്റ എന്നുള്ളത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പോയിന്റിൽ ഉള്ള സ്ലോപ്പ്, അതായത് ∂u/∂x ആണ്. ∂u/∂x. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാവും? ഇതിലേക്ക് നിങ്ങൾ ടാൻ ബീറ്റയുടെ പ്ലേസിൽ ∂u/∂x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ടാൻ ആൽഫയുടെ പ്ലേസിൽ ടാൻ ബീറ്റയുടെ പ്ലേസിൽ ∂u/∂xും ടാൻ ആൽഫയുടെ പ്ലേസിൽ ∂u/∂xും ഇട്ട് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്താവും? ഈ പാർട്ടാണ് പറയുന്നതാണ്. ഈ പാർട്ട് ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ടി ഇസ് ഇൻറ്റു ∂2u/∂t² എന്നുള്ളത് എന്തായിട്ട് മാറും? ∂u/∂x at x പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ∂u/∂x at x ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ടി ∂2u/∂t² എന്നാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൽ കംപ്ലീറ്റ് ടേമിന് ഈ ഡെൽറ്റ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഡെൽറ്റ എക്സ് കൊണ്ട് ഈ കംപ്ലീറ്റ് ടേമിന് ഡെൽറ്റ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്യാൻസൽ ആവാൻ വേണ്ടിയിട്ട്, റൈറ്റ് സൈഡിൽ ഡെൽറ്റ എക്സ് ക്യാൻസൽ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ എന്താക്കാം? ഡെൽറ്റ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇല്ലെങ്കിൽ multiply by 1/delta x. So dividing throughout by delta x, what we'll get is 1/delta x into this term is equal to, ഇത് ഇവിടെ ഡെൽറ്റ എക്സ് ക്യാൻസൽ ആവും ഡിവൈഡ് ചെയ്താൽ. സോ വാട്ട് വി ഹാവ്? അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എടുത്താൽ എന്താവും? ഇതിൻ്റെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്നെടുത്താൽ എന്താവും? വാട്ട് വിൽ ഗെറ്റ്? വി ഹാവ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഓഫ് ദിസ് ടേം. അതായത് രണ്ട് സൈഡിലും ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എടുക്കുക. രണ്ട് സൈഡിലും ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എടുക്കുക. ബട്ട് റൈറ്റ് സൈഡിൽ അവിടെ എന്തില്ല? ഡെൽറ്റ എക്സ് ഇല്ല അല്ലേ? അപ്പോൾ ലിമിറ്റ് ഇത് തന്നെയാണ് കിട്ടുന്നത്. ഇത് ഈ ടേം തന്നെയാണ് കിട്ടുന്നത് ലിമിറ്റ് എടുത്താലും. കാരണം അവിടെ ഡെൽറ്റ എക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ ടേം തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് എഴുതാത്തത്. ഇവിടെ എഴുതിയിട്ടില്ല ലിമിറ്റ് എന്ന്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡെൽറ്റ എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഓഫ് ഈ ടേം എന്താവും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഓഫ് 1/delta x ഇൻറ്റു ∂u/∂x at x പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ∂u/∂x at x. ഇതെന്താവും? നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫസ്റ്റ് സെമ്മിൽ പഠിച്ച ഒരു കാര്യം ഓർമ്മിക്കണം. എന്താണ്?
ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് ദിസ്? ഡിറവേറ്റീവ്. ഡിറവേറ്റീവിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ. അതെന്താണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് divided by delta x. Limit delta x tends to 0 f of x plus delta x minus f of x by delta x എന്ന് വെച്ചാൽ എന്താണ്? ഡിറവേറ്റീവ് ആണ് അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഡോ യു ബൈ ഡോ എക്സ് എന്ന് എഴുതാം. എഫ് ഡാഷ് ഓഫ് എക്സ് നിങ്ങൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ ഡോ യു ബൈ ഡോ എക്സ് എന്നായി. ബട്ട് ഇവിടെ എന്താണ് ഉള്ളത് നിങ്ങൾക്ക്? ഇവിടെ ഇതെന്താണ് ആക്ച്വലി നോക്കിയേ, ഇതെന്താണ്? ഈ 1/Δx ഇവിടെ എഴുതാതെ ഇവിടെ എഴുതിയെങ്കിൽ ഇതെന്താവും? ഇതെന്താണിപ്പോൾ നോക്കിയൊന്ന്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡോ യു ബൈ ഡോ എക്സ്. ഇതെന്താണ്? ഇത് ഇവിടെ എഴുതാതെ ഇവിടെ എഴുതിയെങ്കിൽ ഇതെന്തായി? ഇപ്പോൾ നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് ഡിറൈവേറ്റീവിൻ്റെ ഡെഫിനേഷൻ അല്ലേ ഇത്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇത് നിങ്ങൾ നോക്കിയെങ്കിൽ ഈ ഫോർമുല തന്നെയില്ലേ? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ്. ബട്ട് ഇവിടെ ഈ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ പകരം എന്തുണ്ട്? ഇതെന്താണിപ്പോൾ? ഇതെന്താണ്? ഈ ഇത്ര ടേം ഇതെന്താണ് ആക്ച്വലി? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഓഫ് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഡാഷ് ആണ് അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അതേപോലെ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് മീൻസ് എഫ് ഡാഷ് എക്സ് ആണ്. ഡോ യു ബൈ ഡോ എക്സ് നിങ്ങൾ എഫ് ഡാഷ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിറൈവേറ്റീവ് ഡിഫറൻസിയേഷൻ അതിൻ്റെ ഡെഫിനേഷനിലേക്ക് കമ്പയർ ചെയ്തേ. ഇതെന്തായി ഇപ്പോൾ? വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ഇപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ബട്ട് ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ് ആക്ച്വലി? എഫ് ഡാഷിൻ്റെ ഡാഷ് എഫ് ഡാഷ് ഓഫ് എഫ് ഡാഷ് ഹോൾ ഡാഷ് അല്ലേ? എഫ് ഡാഷിൻ്റെ ഡിറൈവേറ്റീവാണിത്. എഫ് ഡാഷിൻ്റെ ഡിറൈവേറ്റീവാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ ബേസിക് ഡിഫറൻസിയേഷനിൻ്റെ ഡെഫിനേഷൻ കൊണ്ട് കമ്പയർ ചെയ്തിട്ട് നോക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ട് താഴെ, അത് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്തായി? എഫ് ഡാഷിൻ്റെ ഡിറൈവേറ്റീവായി. എഫ് ഡാഷ് ഹോൾ ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എഫ് ഡാഷിനെ ഡോ യു ബൈ ഡോ എക്സ്. അപ്പോൾ എഫ് ഡബിൾ ഡാഷിനെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലെ? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് എഫ് ഡബിൾ ഡാഷ് സെക്കൻഡ് ഓർഡർ ഡിറൈവേറ്റീവ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേം എന്തായി? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. It shows dou square u by dou x square. Right hand side same ആണ്. Rho by t into dou square u by dou t square. ബട്ട് നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് ഫോർമുല ഉള്ളത്? ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് ഫോർമുല ഉള്ളത്? വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ അല്ലേ? ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണുള്ളത്. അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ടൈംസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ റോ ബൈ ടി എന്നുള്ളതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇതെന്താവും? റോ ബൈ ടി എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഇതെന്താവും? ടി ബൈ റോ ആവും അല്ലേ? ടി ബൈ റോ ഇൻറ്റു
dou square u by dou x square is equal to dou square u by dou t square എന്നായി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ റോ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ ടി ബൈ റോ എന്നുള്ളതിനെ അത് കോൺസ്റ്റൻ്റ് ആണ്. ടി ബൈ റോ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടി ബൈ റോ എന്നുള്ളതിന് സി സ്ക്വയർ ആയിട്ട് എടുക്കാം. ടി ബൈ റോ എന്നുള്ളതിനെ സി സ്ക്വയർ ആയിട്ട് എടുത്തെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്ത് കിട്ടും, ഇക്വേഷൻ കിട്ടും. എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്? ഇതെന്തായി ഇപ്പോൾ ഇത് സി സ്ക്വയർ ആയി. c square into dou square u by dou x square is equal to dou square u by dou x square. അപ്പോൾ ഇത് തന്നെയല്ല നമുക്ക് വേണ്ട ഇക്വേഷൻ. ഇത് നോക്കി, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ആണിത്, ടി സ്ക്വയർ. ഇത് തന്നെയല്ല വേണ്ട ഇക്വേഷൻ. നോക്കി, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ ടി ബൈ റോ എന്നുള്ളതിനെ സി സ്ക്വയർ ആയിട്ടാണ് എടുത്തത്. സോ വി ഹാവ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ വെർ സി സ്ക്വയർ ഇസ് ടി ബൈ റോ വിച്ച് ഇസ് ദി റിക്വയർഡ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഇതാണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ കുറച്ച് തിയറി ആയിട്ട് നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാക്കാനാണ്. നിങ്ങൾ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താക്കുക, ഈ കംപ്ലീറ്റ് ഡിറൈവേഷൻ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതാം. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങളുടേതായ സെൻറ്റൻസിൽ നിങ്ങൾക്ക് എഴുതാം. ഫസ്റ്റ് അപ്പോൾ ഈ ഡയഗ്രാം കമ്പൽസറിയാണ്. ഈ ഡയഗ്രാം മനസ്സിലാക്കുക, എഴുതുക. പിന്നെ ആ സ്റ്റെപ്സ് മാത്രം കുറച്ച് ഡീറ്റെയിൽഡ് വേണം. കുറച്ച് എന്തൊക്കെയാണ് ഇതൊക്കെ വേണം. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ വേയിൽ എഴുതാം. എങ്ങനെയാണ്? കൺസിഡർ ദ string which is stretched to the length L and we have released the string at a particular time so that it will shows deflection. Will consider a small part of the string PQ. Let T1 be the force at the point P1 and T2 be the force at the point T2 and the horizontal component of the force will be T1 cos alpha and horizontal component of the force T2 at the point Q is T2 cos alpha. Since all the particles of the strings shows vertical motion, horizontal component will be constant and there will be only vertical component of the force. So since horizontal component are constant, we have T1 cos alpha is equal to T2 cos beta is equal to T, which is equal to constant. Now vertical components are given by minus T1 sin alpha, because minus is because T1 is a downward motion and vertical components are minus T1 sin alpha and T2 sin beta. So now by Newton's second law we have force is equal to mass into acceleration, where mass is what? Mass is rho into delta x. If rho is the mass of the string at unit length, then the total mass at the distance delta x is given by rho into delta x. This is the mass. Then acceleration is given by dou square u by dou t square. Now force is the total vertical force. So total force is given by T2 sin beta minus T1 cos alpha. So after substituting in this Newton's second law, force is equal to mass into acceleration, we have this one. So now we are dividing throughout by T2 cos alpha or T1 cos alpha or by T. So since in the first term we have T2, we have divided by T2 cos beta, and since in the second term we have T1, we have divided by T1 cos alpha, and in the right hand side we have divided by T. So now after cancelling T2, we have sin beta by cos beta is tan beta. So similarly in the second term we have sin alpha by cos alpha is tan alpha. Then so this becomes
this becomes tan beta minus cos alpha is equal to this one. So now tan beta is the slope at the point x plus delta x and tan alpha is the slope at the point x. Now we have slope is given by dy by dx in general, but here variable is u, the deflection u. Therefore we are writing tan alpha is equal to dou u by dou x at x and tan beta is dou u by dou x at x plus delta x. Now note that this is not d, this is dou, since u is the function of two variable x and t. Therefore we are writing dou here. So now substituting tan beta and tan alpha as dou u by dou x at x and dou u by dou x at x plus delta x, we have equation number 4. After that we are dividing throughout by delta x and taking the limit. We have the required formula. This is the one dimensional wave equation. ഇങ്ങനെ നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതാം. Okay.